ഈ 2026 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്ര പ്രാധാന്യമുള്ള ഒന്നാണ്. നെറുകേടും നെറിയും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കഴിഞ്ഞ 10 വർഷക്കാലമായി രാഷ്ട്രീയ സത്യസന്ധതയുടെ, കേരളത്തിലെ ജനങ്ങളുടെ ജീവിത പുരോഗതിയുടെ അതിൽ മാത്രം ലക്ഷ്യം വെച്ച് പ്രവർത്തിച്ചൊരു ഗവൺമെന്റ്. എന്നാൽ അതിനു മുമ്പുണ്ടായിരുന്ന 10 വർഷത്തെ UDF ഭരണം കേരളത്തെ അധോഗതിയുടെ പടുകുഴിയിലേക്ക് നയിച്ചൊരു കാലം. ഇപ്പൊ ഞാനിത് പറയാൻ കാരണം, അതിൻ്റെ ഒരു പടി കൂടി കടന്നാണ് ആറന്മുള നിയോജക മണ്ഡലത്തിലെ ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിനെ നമ്മൾ കാണേണ്ടത്. ഇവിടെ 10 വർഷക്കാലമായി വികസനത്തിന്റെ വലിയ വെളിച്ചം തീർത്ത കേരളത്തിലെ ആരോഗ്യ മേഖലയെ പാവപ്പെട്ടവന് കൂടുതൽ പ്രാപ്യമാക്കിയ വീണ ജോർജ് എന്ന ആരോഗ്യവകുപ്പ് മന്ത്രി വീണ്ടും ജനവിധി തേടുന്നു. അവര് ഇവിടെ MLA ആയി ചുമതലയേൽക്കുന്നതിന് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ആന്റോ ആന്റണി എന്ന് പറഞ്ഞൊരു MP ഈ പത്തനംതിട്ടയിൽ ഒരു ഇൻഡോർ സ്റ്റേഡിയം കേന്ദ്ര ഫണ്ടോടുകൂടി കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അതിപ്പോഴും ഒരു ചെറിയ വനം പോലെ കിടക്കുമ്പോൾ വീണ ജോർജ് മന്ത്രിയായി വന്നതിന് ശേഷം നല്ലൊരു ഇൻഡോർ വലിയ സൗകര്യങ്ങളുള്ള ഒരു സ്റ്റേഡിയം പണിയുമെന്ന് പറഞ്ഞു. ആ സ്റ്റേഡിയം അന്നത്തെ UDFന്റെ നഗരസഭാ ഭരണം അത് സ്ഥലം വിട്ടുകൊടുക്കാത്തതിന്റെ തർക്കമൊക്കെ ആയിട്ട് വളരെ നീണ്ടുപോയി. അവസാനം ഇടതുപക്ഷ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള നഗരസഭാ ഭരണം കഴിഞ്ഞ സമയത്ത് വന്നപ്പോൾ അവർ സ്ഥലം വിട്ടുകൊടുത്ത് ഇന്ന് മികച്ച ഒരു സ്റ്റേഡിയം പണിഞ്ഞു. ഇവിടെ ആരാണ് വീണ ജോർജിനെ എതിർക്കാൻ ഇത്തവണ വരുന്നത്? അവിടെയാണ് നമ്മൾ കാണേണ്ടത്. രാഷ്ട്രീയ സത്യസന്ധത മാറ്റുരയ്ക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണിതെന്ന് പറയാൻ കാരണം, വയനാട് ചൂരൽമല മുണ്ടക്കയിൽ ഒരു രാത്രി ഉറങ്ങാൻ കിടന്ന മനുഷ്യരും അവിടുത്തെ ജീവജാലങ്ങളെല്ലാം പ്രകൃതിയുടെ വല്ലാത്ത സംഹാര താണ്ഡവത്തിൽ കുത്തൊഴുക്കിൽ അവരുടെ ജീവിതം ഒലിച്ചുപോയി. ആ ജീവിതം നഷ്ടപ്പെട്ട മനുഷ്യനെ തിരികെ പിടിക്കാൻ ഈ നാട്ടിലെ മുഴുവൻ മനുഷ്യസ്നേഹികളും, ഹൃദയമുള്ള മുഴുവൻ മനുഷ്യരും ഒന്നിച്ചു നിന്ന് അവർക്ക് വേണ്ടി ചില്ലിത്തുട്ടുകൾ ഉൾപ്പെടെ സമാഹരിച്ച് അവരെ വലിയ പുനരധിവസിപ്പിക്കുന്നതിനുള്ള പരിശ്രമം നടത്തുന്നു. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ നായകൻ പിണറായി വിജയൻ അന്ന് പറഞ്ഞു, നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഈ സർക്കാർ നിങ്ങളെ നെഞ്ചോട് ചേർത്ത് നിർത്തും. സർക്കാർ അത് ചെയ്തു. അന്ന് അതേ ഈ മരണ ശവക്കൂനകളെ ചൂണ്ടിക്കാട്ടി യൂത്ത് കോൺഗ്രസ് എന്ന വലിയ പ്രസ്ഥാനം, കേരളത്തിലെ ഏറ്റവും വലിയ യുവജന പ്രസ്ഥാനമായിരുന്നു ഒരു കാലത്ത്, ഇന്ന് മെലിഞ്ഞു പോയെങ്കിലും ആ യൂത്ത് കോൺഗ്രസ് ഒരു പ്രത്യേക ആപ്പ് തുറന്ന് കേരളത്തിലെ രാജ്യത്തെമ്പാടുമുള്ള മലയാളികളോട് പറഞ്ഞു, ഇതിലേക്ക് സഹായിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ കോടിക്കണക്കിന് രൂപ എത്ര പിരിച്ചെന്ന് അവർക്കും അറിയത്തില്ല, നാട്ടുകാർക്കും അറിയത്തില്ല, കൊടുത്തവർക്കും അറിയത്തില്ല, വാങ്ങിയവർക്കും അറിയത്തില്ല. അവര് പിരിച്ച പൈസ 5 പൈസ പാവം കൊടുക്കാതെ അന്ന് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് പെൺവാണിഭ കേസ് നടത്തുന്നതിന് വേണ്ടി അവരെടുത്ത് ചെലവഴിച്ചു എന്നാണ് പറയപ്പെടുന്നത്. എന്താണെന്ന് എനിക്കറിയില്ല. ആ രാഹുൽ മാങ്കൂട്ടം അത് ഒഴിഞ്ഞതിന് ശേഷം അതിന്റെ ചുമതലക്കാരനായി വന്ന ആളാണ് ഇന്നിവിടെ സ്ഥാനാർത്ഥിയായി വന്നിരിക്കുന്നത് ആറന്മുളയിൽ. അയാളുടെ എന്ത് രാഷ്ട്രീയ സത്യസന്ധതയാണുള്ളത്? അയാള് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ശവക്കൂനകളെ കാട്ടി പണം പിരിച്ച പാവങ്ങൾക്ക് കൊടുക്കാതെ തട്ടിപ്പ് നടത്തിയ ആള് ഇവിടെ സ്ഥാനാർത്ഥിയായി വന്നിരിക്കുന്നു എന്നുള്ളതാണ് ആറന്മുള നിയോജക മണ്ഡലത്തിലെ ജനങ്ങളുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ പ്രശ്നം. അത്തരം തട്ടിപ്പുകാരെ ഈ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞുപിടിച്ച് പാവപ്പെട്ടവന്റെ കണ്ണുനീര് വിറ്റ് കാശാക്കുന്നവന്മാരെ, എന്നിട്ട് അതിനകത്ത് യാതൊരു ഉളുപ്പുമില്ലാതെ വീണ്ടും ജനങ്ങളുടെ മുമ്പിൽ വന്ന് വെളുത്ത കതറുവിട്ട് പുഞ്ചിരിക്കാൻ നിൽക്കുന്ന ഇവരെ കൈകാര്യം ചെയ്യേണ്ടത് പത്തനംതിട്ടയിലെ ആറന്മുളയിലെ സാധാരണക്കാരായ മനുഷ്യരുടെ ബാധ്യതയാണ്. അതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ സന്ദേശം എന്ന് കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി സഖാവ് വീണ ജോർജ് ആരോഗ്യ മേഖലയിൽ വരുത്തിയ മാറ്റങ്ങൾക്ക് അവരുടെ നേരെ യൂത്ത് കോൺഗ്രസും അതേപോലെ തന്നെ കോൺഗ്രസും ഈ രാജ്യത്തെ ആരോഗ്യ മേഖലയിൽ കണ്ണുവെക്കുന്ന കോർപ്പറേറ്റുകൾക്ക് വേണ്ടി അപവാദ പ്രചരണവും അവരുടെ നേരെ ആക്രമണവും ഒക്കെ നടത്തുമ്പോഴും അവരുടെ രാഷ്ട്രീയ സത്യസന്ധതയിൽ ആർക്കും സംശയമില്ല. എന്നാൽ ഈ ശവക്കൂനകളെ ചൂണ്ടി കാശ് പിരിച്ച് അത് തിന്നുകുളിച്ചവന്മാർ ഇപ്പൊ യാതൊരു ഉളുപ്പുമില്ലാതെ ഇവിടെ വന്ന് മത്സരിക്കുമ്പോൾ അവരോട് കണക്ക് പറയാനുള്ള ഉത്തരവാദിത്തമാണ് ആറന്മുളയിലെ വോട്ടർമാർക്ക് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല.